നമസ്കാരം. നരേന്ദ്രമോദി സെപ്റ്റംബർ 13 മണിപ്പൂരിലേക്ക് പോകും എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കാത്തൊരു വാർത്തയാണ്, എങ്കിൽ പോലും നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള ഒരു ന്യൂസ് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയയ്ക്കുക, മെമ്പർഷിപ്പ് എടുക്കുക. മണിപ്പൂർ സമാധാന വഴിയിലേക്ക് എന്നുള്ളതാണ് പുതിയ സന്തോഷകരമായ വാർത്ത. ഈ വർഷത്തെ ഈ ഓണം കഴിയുമ്പോൾ ഉണ്ടാകുന്ന, തിരുവോണം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ വാർത്ത. കുക്കികൾ, അതായത് മണിപ്പൂരിലെ കുക്കികൾ ആയുധം താഴെ വയ്ക്കാൻ കരാറിലേക്ക് വന്നിരിക്കുന്നു. കലാപത്തിൻ്റെ കനലടങ്ങാത്ത മണിപ്പൂരിൽ കുക്കി സായുധ സംഘടന അവർ ആയുധങ്ങൾ താഴെ വയ്ക്കാൻ തയ്യാറായി. CRPF BSF ക്യാമ്പുകളിലേക്ക് ആയുധങ്ങൾ കൈമാറും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മണിപ്പൂർ ഭരണകൂടവും കുക്കി സംഘടനകളും തമ്മിൽ നിരന്തരം നടന്ന ചർച്ചയുടെ ഒടുവിലാണ് ഒരു സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ് കരാറിൽ ഒപ്പുവെച്ചത്. ഇത് വളരെ കുറച്ചു കാലമായി നടക്കുകയാണ്. ഒരുപക്ഷെ BJPയും മോഡി ഗവൺമെൻറ്റും ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടതും മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ വല്ലാതെ ഹിന്ദു മതവിഭാഗത്തെ ആക്രമിച്ചതും, BJP സംഘി എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ തോതിൽ ആക്രമണം നടന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക്, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല എന്നുള്ള നിലയിൽ വലിയ ആക്രമണം കേരളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞ ഒരു വിഷയമാണ് തീരാൻ പോകുന്നത്. പ്രത്യേക സ്വയംഭരണ പ്രദേശത്തിനായുള്ള പോരാടുകയായിരുന്നു കുക്കികൾ. അവർക്ക് പ്രത്യേക സ്വയംഭരണ പ്രദേശം വേണം, അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണം, പുതിയ കരാർ പ്രകാരം നിലവിലെ സ്ഥിതി തുടരാനും മണിപ്പൂരിൻ്റെ പരമാധികാരം അംഗീകരിക്കാനും കുക്കികൾ സമ്മതിച്ചിട്ടുണ്ട്. നിരവധി ഘട്ടങ്ങളിലായിട്ട് നടത്തിയ ചർച്ചകളിലൂടെയാണ് ഇതുണ്ടത്. പ്രത്യേക സംസ്ഥാനം എന്ന ഇടപാടിലായിരുന്നു ആദ്യം കുക്കി സംഘടനകളെങ്കിൽ പിന്നീട് പ്രത്യേക ഒരു പ്രദേശം മതി എന്നുള്ള നിലയിലേക്ക് വന്നു. പക്ഷേ ആ രണ്ട് നിലപാട് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പ്രത്യേക സംസ്ഥാനവും വേണ്ട, പ്രത്യേക പ്രദേശവും വേണ്ട എന്ന നിലപാടിലേക്ക് മാറി. ഈ മാസം 13 മണിപ്പൂരിൽ സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് കേന്ദ്രത്തിന് ഇത് വലിയൊരു ആശ്വാസമായി ഒരു വാർത്ത വന്നിരിക്കുന്നത്. ദേശീയപാത 2 തുറക്കാനുള്ള സാധ്യതയുണ്ട്. 23 കുക്കി മെയ്ത്തി കലാപം തുടങ്ങിയത് മുതൽ അടച്ചിട്ടിരുന്ന ദേശീയപാത 2 തുറക്കുവാനും ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ദേശീയപാതയിൽ 2 സമാധാനം നിലനിർത്താൻ സുരക്ഷാ സേനയുമായി കുക്കി സംഘടനകൾ സഹകരിക്കും. മ്യാൻമർ അതിർത്തിയിലെ ഈ പാതയാണ് ഇംഫാലിനെ, അതായത് മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിനെ ആസാം, മിസോറാം സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ 2 അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് തുറക്കാൻ ധാരണയായി. വിദേശ പൗരന്മാരെ ഒഴിവാക്കാനായിട്ട് പരിശോധിക്കും. അവിടെ വിദേശത്തു നിന്നുള്ള കുറേ ചേട്ടന്മാർ വന്ന് അവിടെ നല്ല കലാപം ഉണ്ടാക്കുന്നുണ്ട്. മണിപ്പൂരിൻ്റെ പരമാവധി അംഗീകരിക്കുമെന്ന് കരാർ സമാധാന ചർച്ചകൾ തുടരും. സംഘർഷാതുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുക്കി ക്യാമ്പുകൾ മാറ്റിസ്ഥാപിക്കും. കുക്കി ക്യാമ്പുകളുടെ എണ്ണം കുറയ്ക്കും. വിദേശ പൗരന്മാരെ ഒഴിവാക്കാൻ സുരക്ഷാ സേന കർശനമായ പരിശോധന നടത്തും. കരാർ നടപ്പാക്കാനും വിലയിരുത്താനും സംയുക്തമായ സമിതി ഉണ്ടാവും. മണിപ്പൂർ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, BSF, CRPF, കുക്കി സംഘടനകൾ എല്ലാവരും ചേരുന്ന സംയുക്തമായ സമിതികൾ വന്നുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്ന. 2023 സംഘർഷം ആരംഭിച്ചത്. 2 വർഷത്തെ വളരെ വലിയ സംഘർഷമാണ് അവിടെ നടന്നത്. അത് ഇപ്പോൾ മോഡിയും അവിടെ സന്ദർശിക്കുമെന്ന് പറയുന്നു. ആദ്യം ഫെബ്രുവരി മുതൽ രാഷ്ട്രപതി ഭരണത്തിലായ മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലാണ്. പ്രതിനിധീകരിച്ച് സംസ്ഥാന പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് അശുതോഷ് കുമാറും സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അശോകുമാണ് സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ് പുതുക്കാനുള്ള ചർച്ചകളിൽ പങ്കെടുത്തത്. അപ്പോൾ എന്തായാലും അവിടെ ഗവൺമെൻറ് ഇല്ല, അവിടെ BJP ഗവൺമെൻറ് ആയിരുന്നു. അതിനെ സസ്പെൻഡ് ചെയ്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി. കുക്കി നാഷണൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്നീ സംഘടനകളും ഡൽഹിയിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ചർച്ച നടന്നു കഴിഞ്ഞു. ഇനി മണിപ്പൂർ നിത്യശാന്തിയിലേക്ക് വരട്ടെ, മണിപ്പൂരിൽ സമാധാനം പുലരട്ടെ.